ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊന്നുമല്ല, വീടും പരിസരമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ചാനലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ സംസാരിക്കുന്നൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് അതിന് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ. ഇനി കാര്യത്തിലോട്ട് കടക്കാം. എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആഴ്ചയിലാണ് അത് ഫുൾ മോണിറ്റൈസേഷൻ ആയത്. അപ്പം എൻ്റെ ചാനലിനെ കുറിച്ച് ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണത്: എൻ്റെ ചാനലിൽ ലോങ് വീഡിയോ ആയാലും ഷോർട്സ് വീഡിയോ ആയാലും ഒന്നിനും വ്യൂസ് അധികമില്ല, എന്നാൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എങ്ങനെയാണ് ഇത് ഫുൾ മോണിറ്റൈസേഷൻ ആയത്? ഇങ്ങനെയാണെങ്കിൽ എൻ്റെ ചാനലൊക്കെ എന്നോ ആവേണ്ടതാണ്. അങ്ങനെയൊരു കമൻറ്റാണ് കേട്ടോ ഞാൻ കണ്ടത്. ഈ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് നെഗറ്റീവായിട്ടൊന്നും തോന്നിയിട്ടില്ലായിരുന്നു, പോസിറ്റീവായിട്ട് തന്നെ തോന്നിയത്. കാരണം പലർക്കും തോന്നാവുന്ന സംശയമാണിത്, ഇത്രയും വ്യൂസ് കുറവായിട്ടും എങ്ങനെ മോണിറ്റൈസ് ആയി എന്നുള്ളത്. എന്നാൽ എൻ്റെ ചാനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം ലാസ്റ്റ് ഇട്ട വീഡിയോസിനൊന്നും അധികം വ്യൂസൊന്നും ഉണ്ടാവില്ല. എന്നാൽ എൻ്റെ ചില വീഡിയോസൊക്കെ നല്ലതുപോലെ വ്യൂസ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ചാനലിൽ ഒരു 4 ഹോം ടൂർ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെയും ഹസ്ബൻഡിൻ്റെ വീടിൻ്റെയും എൻ്റെ താത്താൻ്റെ വീടിൻ്റെയൊക്കെ ഹോം ടൂർ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ അത്യാവശ്യം വ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ എൻ്റെ വീടിൻ്റെ ഒരു ഹോം ടൂർ ചെയ്തതിന് എനിക്ക് 47K വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ എനിക്ക് 2000-നടുത്ത് വാച്ച് അവറും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയതിന് ശേഷമാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സും കൂടിയിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ 1000-ലേറെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചാനൽ മോണിറ്റൈസ് ആവാൻ 1000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ 4000 വാച്ച് അവറാണ് വേണ്ടത്. ബാക്കിയുള്ള വാച്ച് അവേഴ്സ് പിന്നീടുള്ള എൻ്റെ ഹോം ടൂറൊക്കെ ഇട്ടതിലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തന്നെ എനിക്ക് വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് സ്കിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനും എനിക്ക് കുറച്ചൊക്കെ വ്യൂസ് കിട്ടിയിട്ടുണ്ട്, അതിൽ നിന്നും വാച്ച് അവർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ലോങ് വീഡിയോയിൽ നിന്നാണ് വാച്ച് അവറൊക്കെ കിട്ടിയിട്ടുള്ളത്. ഷോർട്സ് വീഡിയോയിൽ നിന്ന് അധികം വാച്ച് അവറൊന്നും കിട്ടിയിട്ടില്ല. അത് അധികം വ്യൂസും പോയിട്ടില്ല. 2K ഒക്കെയാണ് കൂടുതലായിട്ട് പോയിട്ടുള്ളത്. ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 1 വർഷം 3 മാസം ആയിട്ടുണ്ട്. അപ്പോഴേക്കും തന്നെ എൻ്റെ മോണിറ്റൈസ് ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഞാൻ ലോങ് വീഡിയോ ഇട്ടതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ആവാൻ കഴിഞ്ഞത്. ഷോർട്സ് ആണ് ഇടുന്നത് എങ്കിൽ എനിക്ക് ഇപ്പോഴും ആവാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം അതിന് അധികം വ്യൂസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഷോർട്സ് വീഡിയോ ആകുമ്പോൾ നമ്മൾ 3 മാസം കൊണ്ട് 10 മില്യൺ വ്യൂസ് കിട്ടണം എന്നെങ്കിലേ നമുക്കത് മോണിറ്റൈസ് ആവാൻ പറ്റുള്ളൂ. ഇനി ന്യൂ യൂട്യൂബേഴ്സൊക്കെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം. നിങ്ങൾ ചാനൽ തുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ ഷോർട്സ് മാത്രം അപ്ലോഡ് ആക്കരുത്. ഷോർട്സിൻ്റെ കൂടെ ലോങ് വീഡിയോ ആഴ്ചയിലൊരു 2 ലോങ് വീഡിയോ എങ്കിലും ഇടുക. ഒരുപാട് വ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. 1K 2K ഒക്കെ മാത്രമേ കിട്ടുന്നുള്ളെങ്കിൽ അതുകൊണ്ടൊന്നും കാര്യമില്ല. നമുക്ക് 3 മാസം കൊണ്ട് 10 മില്യൺ വ്യൂസ് കിട്ടണം എന്നെങ്കിൽ മാത്രമേ അത് മോണിറ്റൈസ് ആവുള്ളൂ. ലോങ് വീഡിയോക്ക് ആണെങ്കിൽ 1 വർഷം കൊണ്ട് 4000 വാച്ച് അവർ 1 വർഷം കൊണ്ട് കംപ്ലീറ്റ് ആക്കിയാൽ മതി. അതിന് നമ്മൾ ഒരുപാട് വീഡിയോസൊന്നും ഇടണമെന്നില്ല. നമ്മളിടുന്ന എല്ലാ വീഡിയോസിനും നല്ല വ്യൂസ് കിട്ടണമെന്നില്ല. ഏതെങ്കിലും ഒരു വീഡിയോ ഭാഗ്യം കൊണ്ട് നല്ല വ്യൂസ് കിട്ടുകയാണെങ്കിൽ ആ ഒരു വീഡിയോ തന്നെ നമുക്ക് ഫുൾ വാച്ച് അവറും കംപ്ലീറ്റ് ആക്കാൻ പറ്റും. നമ്മളിടുന്ന ഏത് വീഡിയോ ആണ് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റുകയെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ വീഡിയോ ഒക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ പ്രതീക്ഷിക്കാതെയാണ് എൻ്റെത് വ്യൂസൊക്കെ കയറിയിട്ടുള്ളത് ചില വീഡിയോസൊക്കെ. പിന്നെ ഷോർട്സ് ഇട്ടാലുള്ള ഉപകാരം, അതിൽ നിന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഷോർട്സും ഇടുക, അതിൻ്റെ കൂടെ ലോങ് വീഡിയോ ഇടുക. ഷോർട്സ് മാത്രം ഇടാതിരിക്കുക. അതുപോലെ നമ്മൾ ചെയ്യുന്ന ലോങ് വീഡിയോന്ന് റിമിക്സ് ചെയ്ത് ഷോർട്സ് വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്തിട്ട് അതിൽ ഏത് ഭാഗമാണ് നല്ലത് അത് നോക്കിയിട്ട് ഷോർട്സ് ആക്കി ഇടുക. അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ലോങ് വീഡിയോയിലേക്കും വ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുക. അതുപോലെ സബ് ചെയ്യാതിരിക്കുക. തുടക്കക്കാരാകുമ്പോൾ നമ്മൾ എല്ലാ ചാനലിൻ്റെയും താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യും, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ, ഞാൻ ചെയ്തിട്ടുണ്ട് എന്നെ ഒന്ന് തിരിച്ച് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അതുപോലുള്ള കമൻറ്റുകൾ ഇടാതിരിക്കുക. അങ്ങനെയുള്ള സബൊന്നും കിട്ടിയിട്ട് കാര്യമില്ല, അതൊക്കെ സ്പാമായിട്ട് പോകും. ഇപ്പം ചിലരൊക്കെ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ക്യാഷൊക്കെ കൊടുത്തിട്ട് സബ്സ്ക്രൈബേഴ്സും വാച്ച് അവറൊക്കെ മേടിച്ചിട്ട് ഫുൾ മോണിറ്റൈസേഷനൊക്കെ ആക്കിയെടുക്കുന്നവരും. അതുകൊണ്ടും കാര്യമില്ല, അങ്ങനെയും ചെയ്യാതിരിക്കുക. ആ ഒരു ടൈമിൽ നമുക്ക് മോണിറ്റൈസായി കിട്ടിയെങ്കിലും പിന്നീട് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല, ദോഷമല്ലാതെ.
നമ്മുടെ ചാനൽ തന്നെ ഫ്രീസായിട്ട് പോകും. നമുക്കുള്ള സബ്സ്ക്രൈബേഴ്സൊന്നും നമ്മുടെ വീഡിയോസ് കാണാത്തവരൊക്കെ ആയിരിക്കും. പിന്നീട് വ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ കോപ്പിറൈറ്റും ക്ലെയിമും സ്ട്രൈക്കൊന്നും വരാതിരിക്കാനും വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ചാനലിലെ വീഡിയോസൊന്നും നമ്മൾ ഇടാതിരിക്കുക. നമ്മുടേതായിട്ടുള്ള വീഡിയോസ് മാത്രം ഇട്ടു പോവുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയാൽ തന്നെ നമുക്ക് കുറച്ചൊക്കെ ഗ്രോത്ത് ഉണ്ടാവും. അതുപോലെ തംബ്നെയിൽസ്, ടൈറ്റിൽ അതൊക്കെ കൊടുക്കുമ്പം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. തംബ്നെയിൽസൊക്കെ നമ്മൾ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും തോന്നുന്ന രീതിയിലുള്ള തംബ്നെയിൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു വീഡിയോയുടെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് തംബ്നെയിൽസ്. അത് കണ്ടിട്ടാണ് ഓരോരുത്തർ നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് വരിക. അപ്പം അതും കൂടെ ശ്രദ്ധിക്കുക. പുതിയതായിട്ട് ചാനൽ തുടങ്ങിയവർക്കും ഇനിയും മോണിറ്റൈസ് ആവാത്തവർക്കും പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷനൊക്കെ ആയി കിട്ടട്ടെ. എനിക്കൊരു ചാനലുള്ളത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് എനിക്കറിയാം. എങ്ങനെയൊക്കെയാണ് നമ്മൾ ചാനൽ കൊണ്ടുപോകുന്നത്, അതിൻ്റേതായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും ഒക്കെ. പുറത്തുനിന്ന് ഒരാൾ നമ്മുടെ വീഡിയോ കാണുമ്പം അവർ വിചാരിക്കും ഇതെന്താ ഒരു വീഡിയോ എടുത്തിട്ട് വെറുതെ അപ്ലോഡ് ആക്കിയാൽ മതിയല്ലോ. അങ്ങനെയല്ല, അതിൽ നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എഡിറ്റിംഗ് ആയാലും എല്ലാ കാര്യത്തിനും എല്ലാവർക്കും അവരുടേതായ എഫേർട്ടിൻ്റെ ഫലം കിട്ടട്ടെ. പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷനൊക്കെ ആയി കിട്ടട്ടെ. അപ്പം ഇത്രയൊക്കെയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് തോന്നി. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും കമൻറ്റൊക്കെ തന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോസ് പെട്ടെന്ന് എത്തും. ഓക്കെ, താങ്ക് യു.